ലഹരിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം അറിയിച്ച് ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുകയാണ് മലപ്പുറത്തെ ഒരു ക്യാമ്പസ്. പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജാണ് ഫുട്ബോളാണ് ലഹരി എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. പാടിയും നൃത്തം വെച്ചും വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞുമാണ് വിദ്യാർത്ഥികൾ ആഘോഷത്തിന്റെ ഭാഗമായത്. ഞാനുള്ളത് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലാണ്. വലിയ ആഘോഷമാണ് മലപ്പുറത്ത്. നമുക്കറിയാം, ഫുട്ബോൾ ലോകകപ്പ് എത്തുകയാണ്. വലിയ മലപ്പുറം ഫുട്ബോളിനെ വരവേൽക്കുകയാണ്, ഫുട്ബോൾ ലോകകപ്പിനെ. നമുക്കറിയാം, ഈ കോളേജ് കുട്ടികൾ വലിയ തോതിലാണ് ഇതിനെ വരവേൽക്കുന്നത്. വലിയ ആരവത്തോടുകൂടി, ആഘോഷത്തോടു കൂടിയാണ് ഈ ഫുട്ബോൾ പ്രേമികളായ ഈ സ്റ്റുഡൻസ്, ഈ വിദ്യാർത്ഥികൾ ഈ ഫുട്ബോൾ ലോകകപ്പിനെ വരവേൽക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും നിരവധി ആളുകൾ, പ്രത്യേകിച്ച് അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും അങ്ങനെ വിവിധ ടീമുകളുടെ ജേഴ്സികൾ ധരിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ആഘോഷം, ഈ ലോകകപ്പിനെ വരവേൽക്കുന്നത്. ഒരു പ്രത്യേക പരിപാടി തന്നെ ഇവർ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം ഈ ഒരു ഫുട്ബോളിനെ വരവേൽക്കുക എന്നുള്ളത് മലപ്പുറത്തിന്റെ, ശരാശരി മലപ്പുറത്തിന്റെ ഒരു വികാരമാണ് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് ഈ വിദ്യാർത്ഥികൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം ആഘോഷം ഈ ഫുട്ബോളിന്റെ, എത്രത്തോളം ഈ ഫുട്ബോളിന്റെ ആഘോഷം? നമ്മുടെ PCCന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന പരിപാടി മൂന്നാല് ടീമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഏറ്റവും വലിയ ഇവിടെ പെൺകുട്ടികളാണ് അവരുടെ ഏറ്റവും വലിയ ആരവം. നമുക്കറിയാം, പോർച്ചുഗലിന്റെയും അതോടൊപ്പം തന്നെ മറ്റെല്ലാവരുടെയും ഫാൻസ് ഇവിടെ ഉണ്ട്. പോർച്ചുഗൽ ഫാൻസ് ആണോ? റൊണാൾഡോ. ആരാണ് റൊണാൾഡോ ജയിക്കും. ആരാണ് കപ്പടിക്കും? ബ്രസീൽ കൊണ്ടുപോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ, ആഭ്യന്തര വകുപ്പ് തുടങ്ങിയതാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി. ഒരു ഡ്രഗ്സിനെതിരെ വളരെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി തന്നെ ഓപ്പറേഷൻ തൂഫാൻ മാറിയിട്ടുണ്ട്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ഒരു ആഘോഷം, ഈ ഒരു ലോകകപ്പ്, അതാണ് ഫുട്ബോളാണ് ലഹരി എന്ന പേരിൽ ഈ ഒരു ആഘോഷം ഇവർ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെയുള്ള അധ്യാപകരടക്കം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു വലിയ ഉദ്യമം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതോടുകൂടി നമ്മുടെ ഈ സാമൂഹ്യ വിപത്തിനെ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് സാധ്യമാവുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മൾ ഫുട്ബോളാണ് ലഹരി എന്ന രീതിയിലാണ് കുട്ടികളുടെ രീതിയിൽ മെസ്സേജ് കൊടുക്കുന്നത്. അവരെന്നെ മുൻകൈ എടുത്തത്. ഫുട്ബോളാണ് ലഹരി. വിദ്യാർത്ഥികൾ പ്രധാനപ്പെട്ട് പറയുന്നത്. ഏതായാലും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായിട്ടാണ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ പ്രോഗ്രാം പരപ്പനങ്ങാടി CI ഉദ്ഘാടനം ചെയ്തു. സ്റ്റെപ്ചോ സ്റ്റാറാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഫുട്ബോളാണ് ലഹരി എന്നതിനെ വരവേറ്റുകൊണ്ട് ഫിഫ വേൾഡ് കപ്പ് 2026 ട്രിയോണ്ടോ ഫുട്ബോൾ കാർണിവൽ എന്ന പേരിലാണ് കോളേജ് വളരെ കൃത്യമായിട്ട് തന്നെ കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരള സർക്കാരിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജ് ഈ പരിപാടി ഇവിടെ നടത്തുകയും. ബ്രസീലിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, ഈ സ്റ്റുഡൻസ് തന്നെ അവരുടെ ആ ടീമുകളുടെ ജേഴ്സി ഇട്ടുകൊണ്ടാണ് ഈ ഒരു ആഘോഷത്തിൽ ഇവിടെ പങ്കുചേരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം വിവിധയിടങ്ങളിൽ നടക്കുമ്പോൾ ഓപ്പറേഷൻ തൂഫാന്, സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് വലിയൊരു ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥികൾ. ജിത്തു ഭട്ടത്തിനൊപ്പം യൂനസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.